നമുക്ക് ഇപ്പോഴേ പേടിയാന്ന്. നമ്മളാകെ ഇതാ ആശ്രയിക്കുന്നത്, അതില്ലാണ്ടിരിക്കുമ്പോൾ നമുക്ക് വിഷമല്ലേ. ഇവിടുന്ന് ഫോട്ടോ എടുത്തിട്ട് അങ്ങ് പുഴാതിയിലെല്ലാം പോകണം. നമ്മൾ ഉച്ചക്കാദ്യം വരണം, എന്നിട്ട് ഇവിടുന്ന് ഫോട്ടോ എടുത്തിട്ട് ആദ്യം പോകണം പുഴാതിയിലേക്ക്. പഴം തിന്നാൻ കൊതിച്ചോരു ചെടി നട്ടു ഞാൻ, പലകാലമതിനായി പാടുപെട്ടു ഞാൻ. കുറേ കുടുംബങ്ങൾ നമ്മൾ എല്ലാവരും ഇതാശ്രയിച്ച് ജീവിക്കുന്നവരല്ലേ, അപ്പം അതില്ലാണ്ടായാൽ എല്ലാവർക്കും ഒരു വിഷമമില്ല, അതെല്ലാം ഉണ്ട്. എല്ലാം ആശ്രയിച്ചിട്ട് എല്ലാവരും മക്കൾ കൊടുക്കണം എന്നില്ല. പ്രായമില്ലാവർക്ക് ഈ പണി പോയാൽ ഭയങ്കര വിഷമത്തിലുണ്ടാവുക. സൽകീർത്തിയേറിടും പാവനമാം ജീവിതം, സുശോഭനമാം ജീവിതം, ഗാന്ധിദേവശിഷ്ടനാം ഭാരതത്തിൻ മാനമേ, ലോകസേവനത്തിനായി വാഴുക ചിരം ഭൂമിയിൽ. ഭയങ്കര സങ്കടമായിരുന്നു. ആ മഹാത്മാഗാന്ധിനെ സ്വാതന്ത്ര്യം വാങ്ങി തന്നിട്ട് അയാളെ ഇങ്ങനെ ചെയ്യുമ്പോൾ ഭയങ്കര സങ്കടമുണ്ട്. ഒരു ഉറപ്പും ഇല്ല തങ്ങളുടെ ജീവിതത്തിന് എന്ന തിരിച്ചറിവുണ്ട് ഈ തൊഴിലാളികൾക്ക്. 17 വർഷമായി സർക്കാർ നൽകിയ ഉറപ്പ് വിശ്വസിച്ച് തൊഴിലിന് ഇറങ്ങിയതാണിവർ. ഗാന്ധിജിയുടെ പേരിൽ തുടങ്ങിയ ആ തൊഴിലുറപ്പ് തൊഴിലിന് മരണമണി മുഴങ്ങുകയാണോ എന്ന സംശയം ഈ തൊഴിലാളികൾക്കുമുണ്ട്. ആലോക വന്ന പുരുഷൻ, സാധുജന സേവകൻ, സർവജന സമ്മതൻ, സുശോഭനമാം ജീവിതം, ഗാന്ധിദേവശിഷ്ടനാം ഭാരതത്തിൻ മാനമേ. അവരുടെ ആശങ്കകൾക്കിടയിലേക്കാണ് സാന്ത്വനവും നാടൊന്നാകെ നിങ്ങൾക്ക് ഒപ്പമുണ്ടെന്ന ഉറപ്പുമായി CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MV ജയരാജൻ എത്തിയത്. ആശങ്കകൾ തൊഴിലാളികൾ MV ജയരാജനുമായി പങ്കുവച്ചു. ഗാന്ധിജിയുടെ പേരുപോലും എടുത്തുമാറ്റുന്നതിലും കടുത്ത പ്രതിഷേധം ഈ തൊഴിലാളികൾക്കുണ്ട്. ഗാന്ധിജിയെക്കുറിച്ച് പാടിയാണ് തങ്ങളുടെ സങ്കടം അവർ പങ്കുവച്ചത്. ഭയങ്കര സങ്കടമായിരുന്നു. ആ മഹാത്മാഗാന്ധിനെ സ്വാതന്ത്ര്യം വാങ്ങി തന്നിട്ട് അയാളെ ഇങ്ങനെ ചെയ്യുമ്പോൾ ഭയങ്കര സങ്കടമുണ്ട്. ഒന്നിൽ ചില ആൾ പറയും നിങ്ങൾക്ക് എന്താ വേണ്ടത്, നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന്. ആർക്കും സങ്കടമുണ്ട്. നമ്മളെ ഈവനിങ് ബാങ്കിലെല്ലാം ഓറ ചിത്രമല്ലേ ചക്രത്തിന് നൂല് ചുറ്റിയിട്ട് ഇരിക്കുന്നതെല്ലാം കാണുമ്പോൾ സങ്കടമാകുന്നില്ലേ. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം വാങ്ങി തന്നാൽ അയാൾ എത്ര പ്രയാസപ്പെട്ടു. പ്രായമായ തൊഴിലാളികളുടെ ഏക ആശ്രയമായ തൊഴിലുറപ്പ് ഇല്ലാതായാൽ പല കുടുംബങ്ങളും പട്ടിണിയിലാകുമെന്നും തൊഴിലാളികൾ. കുറേ കുടുംബങ്ങൾ നമ്മൾ എല്ലാവരും ഇതാശ്രയിച്ച് ജീവിക്കുന്നവരല്ലേ, അപ്പം അതില്ലാണ്ടായാൽ എല്ലാവർക്കും ഒരു വിഷമമില്ല, അതെല്ലാം ഉണ്ട്. ഈ പണിയെന്ന് വെച്ചാൽ നമുക്ക് വയസ്സില്ലവരാണ് കൂടുതലുള്ളത്. അവർക്ക് മരുന്ന് വാങ്ങാനും ശമ്പളത്തിനും അവർക്ക് ഈ വിഷമം തന്നെയാണ് ഈ പണിക്ക് വേണ്ടിയിട്ട്. എല്ലാം ആശ്രയിച്ചിട്ട് എല്ലാവരും മക്കൾ കൊടുക്കണം എന്നില്ല. പ്രായമില്ലാവർക്ക് ഈ പണി പോയാൽ ഭയങ്കര വിഷമത്തിലുണ്ടാവുക. തൊഴിലാളികൾക്കൊപ്പം എന്നും ഉണ്ടാകുമെന്ന ഉറപ്പാണ് MV ജയരാജൻ നൽകിയത്. ജിയോ ടാഗിംഗ് എന്ന പേരിൽ കൊണ്ടുവന്ന പരിഷ്കരണം ഈ തൊഴിലാളികൾക്ക് ഭീഷണിയാണെന്ന് MV ജയരാജൻ പറഞ്ഞു. ജിയോ ടാഗും ഫോട്ടോ എടുപ്പും അതാണ് സ്ത്രീകൾ പറഞ്ഞത്. പുതിയൊരു സ്ഥലത്തേക്ക് തൊഴിലുറപ്പ് പദ്ധതി തൊഴിലാളികൾ ജോലി ചെയ്യാൻ പോകുമ്പോൾ നേരത്തെ എവിടുന്നാണോ ജിയോ ടാഗ് അതുപോലെ തന്നെ ഫോട്ടോ എടുപ്പും നടത്തിയത്, അവിടുന്ന് തന്നെ രാവിലെ വന്ന് ജിയോ ടാഗ് ചെയ്ത് ഫോട്ടോ എടുത്ത് എന്നിട്ട് വേണം പണിസ്ഥലത്തേക്ക് പുതിയ സ്ഥലത്തേക്ക് പോകാൻ. അവിടെ പണി കഴിഞ്ഞതിന് ശേഷം വീണ്ടും പഴയ സ്ഥലത്ത് തന്നെ തിരിച്ചു വരണം. കിലോമീറ്ററുകൾ അകലെയാണ് എന്നതുകൊണ്ട് പണി കഴിഞ്ഞ് അവശരായ ഘട്ടത്തിൽ തൊഴിലാളികൾ ഓട്ടോറിക്ഷയും മറ്റും എടുത്തിട്ട് വരേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ ഓട്ടോറിക്ഷയുടെ ചാർജ് തൊഴിലാളികൾ സ്വന്തമായി കൊടുക്കേണ്ടി വരും. അപ്പോൾ കിട്ടുന്ന കൂലി ഓട്ടോറിക്ഷയ്ക്ക് കൊടുക്കാനേ ഉണ്ടാവുള്ളൂ. അതൊരു കടുത്ത ദ്രോഹമാണ്. അതിശക്തമായ പ്രക്ഷോഭം ഈ വിഷയത്തിൽ രാജ്യത്തുയരും. വരാനിരിക്കുന്നത് കടുത്ത പ്രക്ഷോഭത്തിന്റെ നാളുകളാണെന്നും MV ജയരാജൻ വ്യക്തമാക്കി. കാട്ടാമ്പള്ളിയിൽ തൊഴിൽ എടുക്കുന്ന സ്ഥലത്ത് എത്തിയാണ് MV ജയരാജൻ തൊഴിലാളികളുടെ ആശങ്കകൾ നേരിട്ട് മനസ്സിലാക്കിയത്. CPM സംസ്ഥാന കമ്മിറ്റി അംഗം M പ്രകാശൻ, NREG വർക്കേഴ്സ് യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം P രമേശ് ബാബു, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം P പ്രശാന്തൻ എന്നിവരും MV ജയരാജനൊപ്പം ഉണ്ടായിരുന്നു. നേതാക്കൾ പണിയിടത്തിൽ വന്നപ്പോൾ അവർ കൂട്ടത്തോടെ അടുത്തെത്തി. ഞങ്ങൾ ഇനി എന്തു ചെയ്യുമെന്ന ആശങ്കയായിരുന്നു ഓരോരുത്തരും പങ്കുവച്ചത്. ഈ നാട് മുഴുവൻ നിങ്ങൾക്കൊപ്പമുണ്ടല്ലോ എന്ന സാന്ത്വനത്തോടെയാണ് MV ജയരാജൻ ആ സ്ത്രീ തൊഴിലാളികളെ സാന്ത്വനിപ്പിച്ചത്. മനോജ് മയ്യിൽ, കണ്ണൂർ വിഷൻ.